മദ്യപാലക, ആരാണ് നീ? അനുവാദമില്ലാതെ നമ്മുടെ വാസസ്ഥലത്ത് നീ എങ്ങനെ എത്തിപ്പെട്ടു? ആരാണ് നീ? ഞാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. കാളിയ, നിനക്ക് നിന്റെ പ്രാണൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് യമുനാ നദി മലിനമാക്കാതെ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക. അല്ലെങ്കിൽ മനുഷ്യ കീടമേ, സർപ്പരാജാവായ കാളിയനെ ഭയപ്പെടുത്തുന്നുവോ? നിന്റെ മുന്നിൽ നിന്റെ മൃത്യുവായി നാം നിൽക്കുന്നത് നീ കാണുന്നില്ലേ? വിഷനാഗമേ, ഒരിറ്റ് ദാഹജലത്തിനായി യമുനാ നദിയിലെത്തുന്ന നിഷ്കളങ്കരായ പശുമൃഗാദികളെ നിന്റെ വിഷം നീ കുടിപ്പിച്ച് കാലപുരിയിലേക്ക് അയച്ച കാളിയ, നീ മാപ്പറിയിക്കുന്നില്ല. കണ്ണു തുറന്നു നോക്കൂ. ആരുടെ മുന്നിലാണ് മൃത്യു നിൽക്കുന്നതെന്ന് മനസ്സിലാവും. നിൽക്കൂ മൂടനായ മാര, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഭഗവാന്റെ ചരണസ്പർശനത്തിനായി എത്രയോ കാലങ്ങൾ ജീവജാലങ്ങൾ തപസ്സിരിക്കുന്നു. പ്രഭുവിന്റെ ചരണങ്ങൾ അങ്ങയുടെ ശിരസിൽ തലോടുകയാണ്. അങ്ങ് ഭാഗ്യവാനാണ് നാഥ. ത്രാഹിമാം പ്രഭു, അടിയനോട് കരുണ കാണിക്കണം. അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കണം. തഥാസ്തു. ഞാൻ നിനക്ക് ജീവൻ ദാനം തരും. നാഗരാണി ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുന്നു. അമ്മയുടെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഇന്ന് തന്നെ നീ യമുനാ നദി വിട്ട് സമുദ്രത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന രമണക ദ്വീപിലേക്ക് പരിവാര സമേതം താമസം മാറ്റുക. സർപ്പങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മഹാസ്ഥാനമാണ്. അല്ലയോ ജഗദീശ്വര, ഞാൻ അവിടെ നിന്നും തന്നെയാണ് ഇവിടെ എത്തിയത്. അങ്ങയുടെ വാഹനമായ ഗരുഡനെ ഭയന്നാണ് ഞാനും കുടുംബവും ഇവിടെ അഭയം തേടിയത്. സൗരവമുനിയുടെ ശാപത്താൽ ഗരുഡൻ യമുനാ നദിയിലേക്ക് അങ്ങേക്കറിയാമല്ലോ. ഭയം വേണ്ട നഗരാജൻ, ഭയം വേണ്ട. ഇനി ഒരിക്കലും ഗരുഡൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. താങ്കളെ കാണുമ്പോഴൊക്കെ ഗരുഡൻ ഭക്തി പുരസരം മണങ്ങും. സുഖമായി രമണക ദ്വീപിൽ പോയി വസിച്ചാൽ. നന്ദി പ്രഭു, വളരെ നന്ദി. പോകുന്നതിന് മുമ്പ് നമ്മെ നദീതടം വരെ എത്തിച്ചാലും.